മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം 11 അധ്യായം 6 വാക്യം നമുക്ക് ധ്യാനിക്കാം. Letter to Hebrews chapter 11 verse 6. ഇവിടെ ഇങ്ങനെയാണ് പറയുക: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഒരമ്മൂമ്മ ഗൃഹജോലിക്കായി 2 പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയിരുന്നു. അതിരാവിലെ പൂവൻകോഴി കൂവുന്നത് കേട്ടുണരുന്ന അമ്മൂമ്മ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്ന പെൺകുട്ടികളെ വിളിച്ചുണർത്തും. അസഹ്യതയോടെ എണീറ്റു വരുന്ന പെൺകുട്ടികൾ അമ്മൂമ്മയെ ശപിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുകയായി. പെൺകുട്ടികളിൽ മൂത്തവൾ ഇളയവളോട് ചോദിച്ചു, നമ്മെ ഈ പുലർകാലത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ആരാണെന്നറിയാമോ? ഇളയവൾ പറഞ്ഞ, അമ്മൂമ്മ, അല്ല, ആ നശിച്ച പൂവൻ കോഴിയാണ്. എങ്കിൽ ആ കോഴിയെ കൊന്നാൽ നമുക്ക് കുറെ നേരം കൂടെ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാമല്ലോ. ഇളയവൾ പറഞ്ഞത് കേട്ട് മൂത്തവൾ സമ്മതിച്ചു. 2 പേരും കൂടെ കോഴിയെ കശാപ്പ് ചെയ്തു. കോഴി കൂവാത്തത് കൊണ്ട് അമ്മൂമ്മയ്ക്കാകെ ഉത്കണ്ഠയായി. രാത്രിയിൽ വേലക്കാരികൾ കോഴി ചത്തുപോയെന്ന് അമ്മൂമ്മയെ ധരിപ്പിക്കുകയും ചെയ്തു. ആഹാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏതായാലും കിടന്നുറങ്ങാം. അമ്മൂമ്മ ദീർഘശ്വാസം വിട്ടു. അന്ന് പാതിരാവായപ്പോൾ തന്നെ അമ്മൂമ്മ പെൺകുട്ടികളെ വിളിച്ചുണർത്തി. പിന്നെ അത് സ്ഥിരം പതിവായി. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആ വിശ്വാസത്തിൽ ദൈവത്തോട് ബന്ധപ്പെടുവാൻ, മറ്റ് കുതന്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് ദൈവത്തിനേറെ പ്രീതികരമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.